ഇപ്പം നിങ്ങൾ പറയും ഇവിടെ ഏറ്റവും കൊടുമുടി നയിക്കുന്ന ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും ദൈവത്തിനെ പൂജിച്ചിട്ടാണ് ഓരോ കാര്യം ചെയ്യണത്. ഇപ്പം ഞാൻ പറയാം, സർജൻ ഒരു വ്യക്തി പോവുകയാണെങ്കിൽ അവർ ദൈവത്തെ പ്രാർത്ഥിച്ചിട്ടേ കത്തിയെടുക്കുകയുള്ളൂ. അത് മെഡിക്കൽ സയൻസിൽ അവരെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കൊരു 10-17 ഡോക്ടർമാരുമായിട്ട് ബന്ധമുണ്ട്, ഇവിടുത്തെ വലിയ ഡോക്ടർമാരുമായിട്ട്. അപ്പോൾ അവർ പോലും നാസയിൽ നിങ്ങൾ ചെല്ലൂ, അവിടെ ഈശ്വര പടം വെച്ച് പൂജിക്കുന്നുണ്ട്. ഇവിടെ റോക്കറ്റ് വിടുമ്പോൾ ഗണപതിയുടെ ഏത് പഠിക്കണം. ഇവിടെ ഉള്ളവർ പറയും പോലെ അല്ല, ശാസ്ത്രജ്ഞന്മാർക്ക് അവർക്കൊരു ഇത് വേണം, ഒരു എനർജി വേണം. നമ്മൾ ആരെയും വഹിച്ചില്ലെങ്കിൽ നമ്മളെ മുകളിൽ ആരും ഇല്ലയെന്ന് തോന്നിയാൽ മനുഷ്യൻ നശിക്കും. ഇവിടെ മതങ്ങൾ ഉണ്ടാകൊണ്ടാണ് സമാധാനം ഉള്ളത്. മതങ്ങളില്ലെങ്കിൽ ഇവിടെ എന്തായിരിക്കും? കുത്തും കൊലയും കൂടും, അടിയും ബഹളും. ഇപ്പോൾ നശിച്ച് വരുന്നതുകൊണ്ട്, വിശ്വാസങ്ങൾ നശിച്ച് വരുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും. മുമ്പ് നടന്ന പോലെയാണ് ഇപ്പം നടക്കുന്നത്. കലിയുഗത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ആചാര്യന്മാർ. ആചാര്യന്മാർ എഴുതി വെച്ചെങ്കിൽ എന്താണെന്നറിയാമോ? നമ്മളെ ഈ രാജ്യം ഇങ്ങനെ ആവുമെന്ന്. രാജ്യമല്ല, ലോകം കലിയുഗത്തിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ മോശമാവുമെന്ന്. മൃഗങ്ങൾ മനുഷ്യനെ കണ്ട് നാണിക്കുമെന്ന്.